ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദർ 27-ാം രാവിലാണെന്ന് ഖണ്ഡിതമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെളിവ് പറഞ്ഞത് ഇന്നാ അൻസൽനാഹു എന്ന സൂറയിലെ 30 വാക്കുകളാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്ത് അൽ ഖദർ. ലൈലത്ത് അൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ഷഹർ തനസ്സലു അൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. 20 സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. 30 വാക്കുകളാണ്. ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ, ആ രാത്രി എന്നത് 27-ാമത്തെ വാക്കാണ്. അങ്ങനെ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, റമളാൻ 27-ാം രാവ്, 30 ദിവസങ്ങളിലെ 27, 30 വാക്കുകളിലെ 27-ാമത്തെ വാക്കാണ് ഹിയ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ 27-ാം രാവിനാണെന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതോടൊപ്പം ലൈലത്തുൽ ഖദർ അല്ലാഹു ഈ സൂറയിൽ 3 തവണയാണ് ആവർത്തിച്ചത്. ലൈലത്തുൽ ഖദറിൽ 9 അക്ഷരങ്ങളാണ്. ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങളാണ്. ലൈലത്ത് 4, ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങളാണ്. ലൈലത്തുൽ ഖദർ എന്ന വാക്ക് അല്ലാഹു ആരംഭിച്ചത് 3 തവണയാണ്. അപ്പോ 3 × 9 27 ആണ്. അങ്ങനെയും ഇത് 27ന്റെ സാധ്യത ഏറെയാണ്.